കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഗുരുവായൂരിൽ തൊഴേണ്ട സ്ഥലങ്ങളെ പറ്റിയാണ്. ചെറിയൊരു വീഡിയോ, പ്രധാനപ്പെട്ടതൊന്ന് വേറെ ചെയ്തിരുന്നു, പക്ഷേ ഇതിലെല്ലാം ഉൾപ്പെട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഗുരുവായൂരിൽ വരുമ്പോൾ ആദ്യം ഗണപതിയെ വന്ദിക്കണം. ഗണനാഥനായ ഗണപതിയെ പുറത്താണ്, വലിയ ഗണപതി ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പിറകിലായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ നോക്കുമ്പോൾ. അങ്ങനെ കിഴക്ക് വശത്താണ്. അവിടുന്ന് തൊഴുത് ക്യൂവിലൂടെയോ എങ്ങനെയാണോ വരാൻ പറ്റുക ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുക. അങ്ങനെ എത്തി ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ വാതിൽ കിടക്കുന്ന സ്ഥലത്ത്, അവിടുന്ന് കിടക്കുമ്പോൾ ഇടതുവശത്തായിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരി ധ്യാനം ഇരുന്നിരുന്ന ആ സ്ഥലം, അവിടെ എപ്പോഴും പലക ഉണ്ട്. അതുപോലെ അപ്പുറത്ത് ഒരു തൂണിൽ നരസിംഹം അവതരിച്ചു എന്നുള്ള പോലെയൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സോപാനത്തിൻ്റെ അവിടേക്ക്, മണിമണ്ഡപം കാണും. ആ മണിമണ്ഡപം കഴിഞ്ഞ് സോപാനത്തിൻ്റെ അവിടെ എത്തും. അത് കഴിഞ്ഞ് സോപാനത്തിൻ്റെ അടുത്ത് നേരെ അപ്പുറത്താണ് മണിക്കിണറുള്ളത്. അതിലേക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. അങ്ങനെ നേരെ ഇങ്ങോട്ട് പോരുമ്പോൾ അകത്തെ ഗണപതിയെ കാണാം. അകത്തെ ഗണപതിയെ കണ്ട് അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ പിന്നിലേക്ക് തിരിയുക. അവിടെ ശരിക്ക് സരസ്വതിയുടെ അറയാണ്. അത് സരസ്വതി അറയിട്ട് അവിടെ പൂജയൊക്കെ വെച്ചിരുന്നതാണ്, പുസ്തക പൂജയൊക്കെ നടത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തിരക്ക് കൂടിയോണ്ട് അവിടെ സ്ഥല സൗകര്യം ഇല്ലാത്തത് കാരണം, പക്ഷേ പൊളിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് പ്രശ്നവിധിയിൽ പറഞ്ഞത് കാരണമാണ് ആ സരസ്വതി ദേവിയെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും തൊഴുക. അങ്ങനെ ഗണപതിയെ തൊഴുതിന് ശേഷം സരസ്വതീനെ കണ്ട് തൊഴുത്, അങ്ങനെ ദശാവതാരങ്ങളുടെ ആ ചിത്രങ്ങളൊക്കെ അവിടെ വിഗ്രഹങ്ങളായിട്ട് ഓരോ തൂണിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗണപതിയുടെ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അടുത്ത് തന്നെ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലം കാണാം. മേൽശാന്തി അല്ലെങ്കിൽ ഓദിക്കന്മാരുണ്ടാവും. അത് അർച്ചന പ്രസാദം, അതുപോലെ പ്രസാദമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഉള്ളിൽ. പിന്നെ നെയ്യ് ജപത്തിൻ്റെ നെയ്യൊക്കെ കിട്ടുക അവിടെ നിന്നാണ്. അതും കഴിഞ്ഞാൽ നേരെ നമുക്കൊന്ന് നമസ്കരിക്കാൻ പറ്റും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം തന്നെ. അതിനപ്പുറത്ത് നേരെ നോക്കിയാൽ അനന്തശയനം ആയിട്ടുള്ള ആ വിഗ്രഹം കാണാം. ആ വിഗ്രഹം ശരിക്ക് അതിന് ഒരു പിന്നിലൊരു കഥ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു മൂത്തത് പിന്നെ ഇത് ചെയ്യാൻ നമ്മളെ ഇപ്പോൾ കീഴ്ശാന്തി തിടമ്പേറ്റണ മൂത്തതുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ശാഠ്യക്കാരനായിരുന്നു അത്രേ. അപ്പോൾ ഒരു സമയത്ത് മേൽശാന്തിയോട് തട്ടിക്കയറിയിട്ട് മേൽശാന്തിയും ഇയാളുമായിട്ട് പ്രശ്നമായി. മേൽശാന്തി ഇയാളേനെ പടിഞ്ഞാറ് വശത്തേക്ക് ആക്കിയിട്ട് വാതിലടച്ചു എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തെ, ആ മൂത്തതിനെ ആരും കണ്ടിട്ടില്ല എന്നാണ്. വാതിൽ കൊട്ടിയടച്ചു, അവിടെ ഈ ശില്പം സ്ഥാപിച്ചു എന്നുള്ളത്. അന്നത്തെ ഒരു വരച്ച ശില്പമായിരുന്നു. അതിന് ശേഷം പിന്നെ 70-ലാണത് അമ്പലം കത്തിയപ്പോൾ ആ ഇതും ചിത്രവും കത്തിപ്പോയി. അതിന് ശേഷമാണ് പുനരുദ്ധാരണത്തിലാണ് ഈ ഇപ്പോഴത്തെ ശയനത്തിലുള്ള ഭഗവാൻ, ലക്ഷ്മി ദേവിയും ഭൂദേവിയും ശിവനും എല്ലാം ബ്രഹ്മാവും ഒക്കെ ഉൾപ്പെട്ട അനന്തശായിയായ ഭഗവാന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. ആ ഒരു അതിലുണ്ട്. അതുപോലെ പിന്നീട് വരുന്നത് സുബ്രഹ്മണ്യനാണ്, ബാലസുബ്രഹ്മണ്യനാണ്. അതിൻ്റെ ഇടയിൽ തന്നെ പരശുരാമൻ്റെയൊക്കെ ദശാവതാരത്തിൻ്റെ ചിത്രങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ സോപാനത്തിൻ്റെ പടിയുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ 10 അവതാരത്തിൻ്റെയും ചിത്രമുണ്ട്. 10 അവതാരങ്ങളിലെ ചിത്രം അവിടെ ഉണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ട്, ചെമ്പിൽ സ്വർണത്തിൽ പതിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് സുബ്രഹ്മണ്യസ്വാമി ബാലസുബ്രഹ്മണ്യനായിട്ടാണ്, വേൽമുരുകനായിട്ടാണ് അവിടെ. അത് കഴിഞ്ഞാൽ നേരെ ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ. കാരണം ആഞ്ജനേയന് ആ കുങ്കുമധാരയാണ് അവിടെ ഉള്ളത്. പിന്നെ വെറ്റിലമാല ഉണ്ട്, കുങ്കുമം കൊണ്ടുള്ള അഭിഷേകം പോലെയാണ് നമ്മളെ ഭക്തരും എല്ലാവരും ചെയ്യുന്നത്. ആ സിന്ദൂരം എടുത്തിട്ട് നമ്മൾ എന്താ പറയുക, സീമന്തത്തിൽ തൊട്ട് കൊടുത്താൽ നല്ലതാണെന്നാണ് ഒരു പഴയ ആളുകളൊക്കെ പറയുന്നത്.
അത് പലരും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു. പക്ഷേ ഒരുപാട് ആളുകൾ അത് ചെയ്യാൻ പാടും, അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പല കാര്യങ്ങളും പറയുമല്ലോ, പറ്റും പറ്റില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്നത് രാധാകൃഷ്ണന്മാരുടെ രാധാകൃഷ്ണ സമേതനായിട്ടുള്ള ഒരു വിഗ്രഹമാണ്. അതും കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് വാസുദേവർ കുട്ടയിൽ ഉണ്ണിക്കണ്ണനെ അന്ന് രാത്രി അനന്തൻ്റെ ബലത്തിൽ, അനന്തൻ്റെ കുടയിൽ കംസ രാജധാനിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ചിത്രമാണ്. അത് വടക്കേ നടയിൽ തൊട്ടടുത്ത് തന്നെ കേട്ടോ, അങ്ങോട്ട് പുറത്തേക്ക് കിടക്കണതിൻ്റെ അപ്പുറത്ത്. അതിനപ്പുറത്ത് ഒരു ഗ്രില്ലിട്ടിട്ടുണ്ട്. ആ ഗ്രില്ലിൻ്റെ അവിടെ ശരിക്കും ഇപ്പുറത്ത് കൂടെ ചെല്ലുകയാണെങ്കിൽ, നമ്മൾ ഓവിൻ്റെ അവിടെ നിന്ന് ചെല്ലുകയാണെങ്കിൽ നമ്മൾ താമരക്കണ്ണനും കൽപ്പകവൃക്ഷത്തിന് അടുത്തിരിക്കുന്ന, അതായത് ശ്രീകോവിലിൻ്റെ അവിടെ തന്നെ കൽപ്പകവൃക്ഷത്തിൻ്റെ അടുത്തിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. അത് കണ്ട് തൊഴാം. പിന്നെ മണിക്കിണർ തൊഴാം. അത് കൂടാതെ കൃഷ്ണൻ നൃത്തം ചെയ്തിരിക്കുന്ന സ്ഥലം, അവിടെ എപ്പോഴും ആ ഒരു തിടപ്പള്ളിയുടെ അപ്പുറത്താണ് അതുണ്ടാവുക. അവിടെ ഒരു വിളക്ക് എപ്പോഴും കടാവിളക്കായിട്ട് കത്തുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വന്നാൽ നേരെ വടക്കേ നടയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ അപ്പുറത്തായിട്ട് നാരദനും പിന്നെ കുറൂരമ്മയും ഉണ്ണീനി, അതായത് ഉണ്ണിക്കണ്ണനെ മടിയിൽ വെച്ചിരിക്കുന്ന ആ കുറൂരമ്മയും പിന്നെ നാരദ ഭഗവാനും കൂടി ഒരു വിഗ്രഹത്തിൻ്റെ 2 ഭാഗങ്ങളാണത്. അതിനപ്പുറത്ത് കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണനായിട്ടുള്ളൊരു രൂപമുണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ, ഇവിടെ ചില സമയങ്ങളിൽ ഈ അടച്ചിരിക്കും ഇവർ. ചില സമയത്ത് സെക്യൂരിറ്റി റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണം കൊണ്ടുവരുന്ന സമയത്തൊക്കെ, കഴുകാൻ കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവിടെയും ഈ കിണറിൻ്റെ അവിടെയൊക്കെ അടച്ചിരിക്കും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, വടക്കേ നടയിൽ പുറത്തേക്ക് ഇറങ്ങിയ നേരെ തന്നെ കാണാൻ പ്രസാദം വിതരണം ചെയ്യുന്ന സ്ഥലം. അതിലൂടെ പ്രസാദവും തീർത്ഥമൊക്കെ രാവിലെ ആണെങ്കിൽ തീർത്ഥങ്ങളൊക്കെ കിട്ടും. വാഗച്ചാർത്തിൻ്റെ തീർത്ഥമൊക്കെ കിട്ടും, പ്രസാദവും കിട്ടും. അത് വാങ്ങിയിട്ട് നേരെ എടത്തരികത്തുകാവ് അമ്മ, ആ ഭഗവതീനെ തൊഴാം. ആ ഭഗവതീനെ തൊഴുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ബാക്കിൽ തന്നെ ഉണ്ട് ശ്രീകൃഷ്ണനൊക്കെ ആയിട്ടുള്ള കുറച്ച്, അതായത് ഭജന ഇരിക്കുന്ന സ്ഥലം. ആ ഭഗവതീനെ തൊഴുത് നേരെ മമ്മിയൂരപ്പനെ, അതായത് അവിടുന്ന് ചെന്ന് കിഴക്ക് വടക്ക് മൂലയിൽ നിന്നിട്ട് മമ്മിയൂരപ്പനെ തൊഴണം. കാരണം മമ്മിയൂരപ്പൻ്റെ സ്ഥലമായിരുന്നല്ലോ അത്. ശരിക്കും ആ രുദ്രതീർത്ഥ കുളത്തിൻ്റെ, അതായത് ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന താമരയൂര് എന്നുള്ള സ്ഥലം ഇതും കൂടിയിട്ടുള്ള ഒരു തടാകമായിരുന്നു. ആ തടാകത്തിൽ ശിവഭഗവാൻ ഒരു താമരകളായിരുന്നു. ആ താമരയിൽ ഇരുന്നിട്ടാണ് പ്രജേതസ്സുകൾക്ക് രുദ്രഗീതം ഓതിക്കൊടുത്തത് എന്നാണ് പറയുന്നത്. അത് അവരുടെ ആ ഒരു സംസർഗം ഇന്നും ആ രുദ്രതീർത്ഥക്കുളത്തിലുണ്ട് എന്നാണ്. അത് അത്രയും പവിത്രമാണ് എന്നും, അതുപോലെ ഭഗവാന്റെ ആറാട്ടമൊക്കെ അവിടെയാണ്, ആ തീർത്ഥക്കുളത്തിലാണ്. മേൽശാന്തിമാർ നമ്മളൊക്കെയും ചെന്നാൽ, മേൽശാന്തിമാർക്കും കീഴ്ശാന്തിമാർക്കും ഇറങ്ങാനൊക്കെ വേറെ സ്ഥലവും, നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് സ്നാനം ചെയ്യാൻ പറ്റുന്ന സന്ദർഭം ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതും കഴിഞ്ഞാൽ അതാണ് ആ ഒരു കാര്യമായത്. അങ്ങനെ അതാദ്യമാണ് കുളത്തിലിറങ്ങേണ്ടത്. എന്നിരുന്നാലും ഭഗവതീനെ തൊഴുത് മമ്മിയൂരപ്പനെ തൊഴുത് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് കൊടിമരം നോക്കിയിട്ടൊന്ന് തൊഴണം. ആ കൊടിമരത്തിനെ നോക്കി തൊഴാൻ ഭഗവതിയുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കഴിയും. അങ്ങനെ വരുമ്പോൾ ആൾരൂപം വഴിപാട് കഴിക്കുന്ന സ്ഥലം കാണാം. അത് കഴിഞ്ഞാൽ കുന്നിക്കുരി വാരി ഇടുന്ന സ്ഥലം കാണാം. അതും കഴിഞ്ഞിട്ട് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാനെ കാണാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മളെ കൂത്തമ്പലം കാണാം. ആ കൂത്തമ്പലത്തിലാണ് ഈ 70-ലൊക്കെ കത്തി നശിച്ച സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് പൂജിച്ചിരുന്നത് എന്നുള്ള നിലയ്ക്കാണ് ഇന്നും അവിടെ കെടാവിളക്ക് കത്തുന്നുണ്ട്. അതാണ് കൂത്തമ്പലത്തിൻ്റെ ഒരു ഇത്. പിന്നെ അവിടെ നിന്നാണ് വേദമൊക്കെ ചെല്ലുന്നത്. രാവിലെ ഒരു 6 മണിയുടെ ഉള്ളിൽ വേദപാരായണം അവിടെ വെച്ചിട്ടാണ് നടത്തുക. ഇപ്പോൾ നമ്മളെ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നതൊക്കെ അവിടെയാണെന്ന് മാത്രം. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം.
അവിടെയും കൂടി കഴിഞ്ഞാൽ അയ്യപ്പനെ ഒന്ന് വലം വെച്ച് പോന്നാൽ നേരെ പടിഞ്ഞാറ് ഭാഗത്ത് പിന്നെ ചെറുതായിട്ടൊരു മഹാവിഷ്ണുവിൻ്റെ ഒരു ശില്പം ഉണ്ട്. അത് കാണാം. അതും കണ്ടാൽ പിന്നെ നേരെ പടിഞ്ഞാറ് വശത്ത് കൂടെ പോരാം, പുറത്തേക്ക് ഇറങ്ങാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ഒന്നും കൂടി റൗണ്ട് ചെയ്താൽ നേരെ ഭഗവതി അമ്പലത്തിൻ്റെ അധീനത്തിൽ തന്നെ പുറത്തേക്ക് കിടക്കാം കേട്ടോ. ശരിക്കും പടിഞ്ഞാറ് വശത്ത് കൂടെ കിഴക്ക് വശത്ത് വന്ന് പടിഞ്ഞാറ് ഒരു റൗണ്ടെങ്കിലും വെക്കണം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ നടപ്പാതയിലൂടെ ഒരു റൗണ്ടെങ്കിലും ചെയ്യണം എന്നാണ്. അപ്പോൾ അതും കൂടി ചെയ്താൽ വളരെ നന്നായി. അപ്പോൾ നമ്മൾ ഒരു പ്രദക്ഷിണത്തിൻ്റെ ഒരു ഇതും കൂടി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ പുറത്ത് കിടന്നാൽ തെക്ക് വശത്തായിട്ട് പിന്നെ ഒരു കൂവളുണ്ട്. ആ കൂവളത്തിൻ്റെ തലപ്പ് ഒരു ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കിയൊക്കെ വെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മഹാദേവൻ്റെ ഒരു സങ്കല്പമാണ് അവിടെ. ആ കൂവളത്തിലയിൽ വിളക്ക് വയ്ക്കുന്നുണ്ട് കൂവളത്തിൻ്റെ ചുവട്ടിൽ. അത് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു നമ്മൾ പെട്ടെന്നൊന്നും അറിയാത്തൊരു സംഭവം, നമ്മുടെ കിഴക്ക് വശത്തായിട്ട് കൗസ്തുഭം പഴയ സത്രം ഒക്കെ ആയിരുന്നു, ഗുരുവായൂർ സത്രം ഉണ്ടായിരുന്ന ആ സ്ഥലം, ആ പറമ്പിൽ അവിടെ നാഗദൈവതകളും നാഗയക്ഷിയും ഒക്കെ ഉള്ള ചിത്ര കൂടൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, പാമ്പുംകാവ് എന്ന് പറയാം. അത് നമ്മളെ ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇവിടെ ഗുരുവായൂരത്തെ അത് അവരെയും കൂടി ഉൾപ്പെട്ടതാണ് ഗുരുവായൂർ. അപ്പോൾ അവിടെയും കൂടി ചെല്ലണം. അത് നേരെ കിഴക്ക് വശത്താണ്. ഇപ്പോൾ കൗസ്തുഭം വീണ്ടും പൊളിച്ചിരിക്കുന്നു. അപ്പോൾ എന്നാലും അതിൻ്റെ അവിടെ ഇതൊക്കെ ഉണ്ട്, നാഗേഷിയുണ്ട്, ചിത്രകൂടമുണ്ട്. പിന്നെ അവിടെ നൂറും പാലും കൊടുക്കലാണ്. പിന്നെ ആയില്യത്തിൻ്റെ അന്നാണ് സർപ്പം പാട്ട്, സർപ്പപൂജയൊക്കെ, സർപ്പബലി. കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയുണ്ട്. അത് നമ്മളെ പ്രശസ്തമായ ചെർപ്പളശ്ശേരി ഇല്ലത്തെ പാതിരക്കുന്ന് മനയിലെ തിരുമേനി വന്നിട്ടാണ് ആ സർപ്പബലി അവിടെ ചെയ്യുന്നത്. പിന്നെ നാഗപ്രതിഷ്ഠയ്ക്ക് അടുത്ത് തന്നെ രക്ഷസ് ഉണ്ട്, പിന്നെ കൊടുങ്കാളി ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരുമ്പോൾ കേൾക്കാത്ത ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുക. അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഇതിൻ്റെ കീഴ് ഭാഗങ്ങൾ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ. അപ്പോൾ അതെല്ലായിടത്തും കൂടിയും പോയാൽ ആ ഗുരുവായൂർ, പിന്നെ മമ്മിയൂർ പോകാൻ കഴിയാച്ചാൽ ഏറ്റവും നല്ലത്. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ പറയാം. അത് ഇനിയും അടുത്ത് തന്നെ ക്ഷേത്രങ്ങൾ വേറെ ഉണ്ട്. അവിടെയൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കോളാം. പാർത്ഥസാരഥി, അതുപോലെ പല ക്ഷേത്രങ്ങളുണ്ട്. മുൻപ് സർപ്പക്കാവിൻ്റെ അവിടെ ആയിരുന്നു വാഹനപൂജ ഉണ്ടായിരുന്നത്, കൗസ്തുഭത്തിൻ്റെ ഉള്ളിൽ. ഇപ്പം അത് പുറത്തേക്ക്, അതായത് ഇതിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. നടപ്പന്തലിനോട് അനുബന്ധിച്ച് പുതിയ നടപ്പന്തലൊക്കെ ആയപ്പോൾ കിഴക്ക് വശത്തേക്ക് തന്നെ വാഹനപൂജ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ, ഇവിടെ പ്രശസ്ത ക്ഷേത്രങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഞാൻ ഓരോ ദിവസം ഞാനൊന്ന് പോയിട്ട് ഞാൻ അവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കോളാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.